കൊണ്ട് വന്ന് നിന്നൊരു ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ തന്നെ അപൂർവമാണ്. ചിലർ ഭയങ്കര റഫായിട്ട് എവിടെയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു അതിശയവും അത്ഭുതവും ഒക്കെ തോന്നി. ഭയങ്കര ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐമസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയത് കാരണം കുറച്ചധികം ബിസി ആയിരുന്നു. വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ സമയമില്ല, ഒന്നാമതായിരുന്നു പ്രശ്നം കേട്ടോ. അപ്പൊ എന്തായാലും അപ്പൊ എന്താണ്, നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരണ്ട. അപ്പോ പിന്നെ എന്താണ്, കുറച്ച് പേരെങ്കിലും കാണുമല്ലോ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്നേ. നമ്മളൊക്കെ വീഡിയോ ചെയ്തില്ലെങ്കിലും ആരും അറിയാനൊന്നും പോകുന്നില്ല. എന്നാലും കുറച്ച് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ ഒരു വിരലെണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവര് ചിന്തിക്കാറൊന്നും ഉണ്ടാവൂല. എന്നാലും നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മള് കുറേ നാള് കാണാതിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാല് ഞാൻ ഷോപ്പിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കുറേ ദിവസം വിചാരിക്കുന്നുണ്ട്. റെസ്റ്റോറന്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, ചെയ്യണം എന്ന് വിചാരിച്ചത് ഈ അടുത്ത് ഉണ്ടായൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ്. നമ്മള് നോർമലി ഞാനിപ്പോ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിപ്പോ എത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ എനിക്കത് എന്താണ് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മള് മിക്കവരും ഡെയിലി നമ്മൾ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മള് KSRTC ബസ് എന്നല്ല, മിക്കവരും ദിവസവും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ്. ജോലിക്ക് പോകാനായാലും സ്കൂളിൽ പോകാനായാലും അങ്ങനെ നമ്മൾ ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് പലപ്പോഴും യാത്ര ചെയ്യാറാണ്. ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഷോപ്പ് തുടങ്ങിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഇതുവരെ ഉണ്ടാവാത്തൊരു അനുഭവം അതാണ് എനിക്ക് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും മോശ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല, ചിലരെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, നമ്മളുടെ ആ ഒരു കാര്യം നമുക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യണം. ഒരാൾ മോശം ചെയ്യുമ്പോൾ മാത്രം പറയാനുള്ള ഒന്നല്ലല്ലോ നമ്മുടെ ചാനൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്കുണ്ടായ ഈ ഒരു എന്താണ് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഞാൻ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഏകദേശം ഈവനിങ് ടൈമിലാണ് വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഞാനും ബേബിയും കൂടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ബസ്സിൽ കയറിയ സമയത്ത് മോള് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഷോപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ തന്നെ ജംഷൂസിന്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയും കൂടെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ബസ്സിൽ കയറിയ സമയത്ത് ഭയങ്കര കരച്ചില്. അപ്പോഴത്തേനും ബസ്സിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബസ്സിൽ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ എല്ലാവരും നോക്കുന്ന കണക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന്. അപ്പം ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും കുറച്ച് ആളുകൾ ഉള്ള ഒരു ബസ്സായിരുന്നു. എനിക്ക് തോന്നുന്നത് വെഞ്ഞാറമൂട് പോകുന്ന, അതായത് കഴക്കൂട്ടത്ത് നിന്ന് വെഞ്ഞാറമൂട് ആ ഒരു റൂട്ടിൽ ഉള്ള ബസ്സാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. അപ്പൊ തന്നെ നമ്മുടെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ മോള് കഴിയുന്നതിനായിട്ട് ആൾ കുറെ നേരം കളിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെങ്കില് നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു നമ്മള് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടക്ടർമാർ ചിരിച്ചോണ്ട് വന്ന് നിന്നൊരു ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ തന്നെ അപൂർവമാണ്. ചിലർ ഭയങ്കര റഫായിട്ട് എവിടെയാണ്, അല്ലെങ്കിൽ അവർക്കൊരു പക്ഷെ ഒന്നെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവര്, അല്ലെങ്കിൽ വണ്ടിയിലെ തിരക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലരാണെങ്കിലും നല്ല ചിരിച്ചുകൊണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. കണ്ടക്ടർ വന്നിട്ട് നല്ല ഇതായിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. കളിപ്പിക്കുന്ന വെച്ചാൽ കുഞ്ഞിനെ വിളിക്കുകയൊക്കെ ചെയ്തു. എന്തിനാണ് കരയുന്നതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് കുറെ കഴിഞ്ഞിട്ടും കുറച്ചടങ്ങി കരച്ചില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മുട്ടായി കുഞ്ഞിന് കൊണ്ട് കൊടുത്തിട്ട് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചെറിയ മുട്ടായി കൊടുത്തിട്ട് വലുത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, പിന്നെ നമുക്ക് ഇപ്പൊ ഇത് നമുക്ക് വലിയ മുട്ടായി വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആള് മുട്ടായി കിട്ടിയപ്പോ അടങ്ങി. പിള്ളേരുടെ സ്വഭാവം അറിയാലോ, അവര് ചിലപ്പോ നമുക്ക് മുട്ടായിലൊക്കെ അവരുടെ വാശി തീർക്കാൻ പറ്റും, ചില സമയത്ത് പറ്റൂല. പക്ഷെങ്കിൽ ഈ മുട്ടായിൽ ആ വാശി അടങ്ങി. ആള് കരച്ചിൽ നിർത്തി തിന്നും. അപ്പം ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ആള്, പിന്നെ കണ്ടക്ടർ അങ്ങോട്ട് പോയ സമയത്ത് വന്ന് നോക്കുന്നുണ്ട് കുഞ്ഞ് കരയുന്നോന്നൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, വെഞ്ഞാറമൂഴാണോ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു.
ഞാൻ അല്ല അതിന് മുന്നേ ഇറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് പോത്തങ്കോട് സ്റ്റാൻഡ് അറിയുന്നവർക്ക് അറിയായിരിക്കാം. നമ്മളിങ്ങനെ മിക്ക സ്റ്റാൻഡിലും കണക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മുടെ റോഡിൽ നിന്ന് ഷോപ്പുകളുള്ള സ്ഥലത്ത് നിന്ന് റൗണ്ട് ചെയ്താണല്ലോ അകത്തോട്ട് സ്റ്റാൻഡുകൾ മിക്കതും കറങ്ങി നിർത്താൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ ആ ഷോപ്പുകളുടെ മുന്നിലെത്തിയപ്പോ കണ്ടക്ടർ ഇറങ്ങി. പക്ഷെ ഒരിക്കലും എനിക്ക് അറിയത്തില്ലായിരുന്നു അത് എന്റെ മോൾക്ക് മുട്ടായി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. കാരണം ഒരു വാക്ക് എന്റെ കുഞ്ഞിനോട് പറഞ്ഞായിരുന്നല്ലോ, മോൾക്ക് വലിയ മുട്ടായി വാങ്ങിക്കാം, ഇതിപ്പോ ചെറുത് തിന്ന് എന്ന് പറഞ്ഞു കൊടുത്തതുപോലെ ബസ് പോത്തൻകോട് സ്റ്റാൻഡിൽ കയറി. അവിടുന്ന് ബസ് എടുത്ത് ബസ്സിൽ കണ്ടക്ടർ ഓടി വന്ന് കയറി. കയ്യിൽ 2 ലോലിപോപ്പും ഒരു ഡയറി മിൽക്കും ഒക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഇതുപോലെ അനുഭവം എനിക്ക് ഇത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. പക്ഷെ എങ്കില് അത് ഭയങ്കര ഒരു അതിശയവും അത്ഭുതവും ഒക്കെ തോന്നി. ഭയങ്കര ഒരു എന്താണ്, നമ്മളൊക്കെ ഒരുപാട് ബസ്സുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ആ കണ്ടക്ടർ ആരാണെന്നോ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഏകദേശം ഒരു 45-40 ആ ഒരു വയസ്സിനിടയിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്റെ ഒരു തോന്നലാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ബസ്സിലെ ഡ്രൈവറും ഇടയ്ക്ക് കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്താണ് ഈ ഒരു കണ്ടക്ടർ കാണിച്ച ഈ ഒരു ഈ നമ്മളിപ്പം ചിലപ്പം സ്ത്രീകളാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്തിരുന്ന് കരയുന്ന സമയത്ത് അവര് ഒരു വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട്. അതിപ്പം അവരെ കുറ്റപ്പെടുത്തല്ല, ചിലർക്ക് ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടൊക്കെ ആയിരിക്കണം. പക്ഷേങ്കിൽ ഇത് കുഞ്ഞു കരഞ്ഞപ്പോ ഒന്ന് മുട്ടായി കൊണ്ട് കൊടുത്തതും പിന്നെ മോക്ക് വേണ്ടിയിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി മുട്ടായി വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത നമ്മള് ഇപ്പം ഒരു കണ്ടക്ടറെ സംബന്ധിച്ച് ഞാൻ ആ വണ്ടിയിലെ വെറും ഒരു യാത്രക്കാരി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അതുപോലെ ഒരു യാത്രക്കാർ മാത്രമാണ്. അപ്പം യാതൊരുവിധ കമ്മിറ്റ്മെന്റും കാണിക്കേണ്ട കാര്യമില്ല, ഒരു തരത്തിലും അറിയാത്ത ആളുകളാണ്. പക്ഷെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ഒരാള് അങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് എന്താണ് ഇതുവരെയും ചെയ്യാത്ത അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ഹെൽപ്പും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയമാണ്. ആ സമയത്ത് മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചു ഇറങ്ങാൻ നേരം എന്നിട്ട് മുട്ടായി വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മുട്ടായി കഴിച്ചു കഴിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ അടുത്ത് പൊട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ സ്റ്റോപ്പ് എത്താനായതുകൊണ്ട് അടുത്ത് പൊട്ടിച്ചില്ല. ഇറങ്ങാൻ നേരം രണ്ടാളും ടാറ്റയൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് വന്നത്. ബസ് എടുത്തതിന് ശേഷവും കണ്ടക്ടർ തിരിഞ്ഞു നോക്കി മോക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെയും പരിചയമില്ലാത്ത ഒരാൾ ഇത്രത്തോളം നല്ല രീതിയിൽ ഇപ്പൊ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഒരുപാട് ഫേസ്ബുക്കില് ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഓരോ അനുഭവങ്ങൾ വായിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതങ്ങ് വിട്ടതല്ല, എനിക്കിങ്ങനെ വീട് ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ മനുഷ്യൻ ഏതാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരു മോശം കാര്യം മാത്രം അല്ലല്ലോ, നല്ല കാര്യങ്ങൾ വരുമ്പോഴും നമ്മളത് പറയണമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ കയറിയപ്പോ ഒരു കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്തപ്പോ ആള് ടിക്കറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ദേഷ്യത്തിലായിരുന്നു മുഖം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയിട്ട് നോർമലി അതേ കണക്കന്നെ മുഖം ഇരിക്കുകയാണ്, ഒരു ചേഞ്ച് ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് അദ്ദേഹം ചിരിക്കണമെന്ന് ഞാൻ പറയല്ല, പക്ഷേങ്കില് പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോ ഉണ്ടായിരുന്ന ആ കണ്ടക്ടർ ഓർമ്മ വന്നു. നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിലത് വലിയൊരു ഇതായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലപ്പോ ആ കണ്ടക്ടർ ഇതിനെപ്പറ്റി മറന്നിട്ടുണ്ടാവും, ഓർമ്മ പോലും കാണത്തില്ല. ചിലപ്പോ അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്ത കൂട്ടത്തിൽ കുഞ്ഞായിരിക്കും എന്റെ മോളും. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു കാരണം നമ്മള് മിക്ക കണ്ടക്ടർമാരും അടുത്തതും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറം ഒരു കുഞ്ഞിനെ കരച്ചിലടക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിനെ കരച്ചിലടക്കിയിട്ട് ശേഷം അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെന്റും കാണിക്കണ്ട എന്ന് ഉള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഇത്രയും കാണിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അതൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കുറെ ദിവസം വിചാരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു, ഇന്നിപ്പം ഫ്രൈഡേ ആയി. അപ്പം ഫ്രൈഡേ ആയപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമുക്കതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ, പക്ഷെങ്കിൽ അവരുടെ മനസ്സിലത് ഒരു കുറേ നാളിങ്ങനെ മായാതെ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അപ്പം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഇതിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ഒരിക്കലും എനിക്കറിയാം ഇനി
ഇങ്ങനൊരു വീഡിയോ അദ്ദേഹം കാണാനൊന്നും ചാൻസ് ഇല്ല. കാരണം പേരോ അങ്ങനെ ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിൽ പേര് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നുമുള്ള ഒരു മനസ്സല്ലായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്തു. കാരണം നമ്മള് എല്ലാവരിൽ നിന്നും ഈ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പം ഡെയിലി കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ നോക്കി ചിരിക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കണമെന്നോ ഒന്നും അല്ല. പക്ഷെ എങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഉടനെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണം എന്നുണ്ട് എന്തായാലും. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.